ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 37-38. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനു മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന വാഗ്ദത്തമാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ശക്തിയിൽ വിശ്വസിച്ചേ തീരൂ. മനുഷ്യജനനം സ്ത്രീ പുരുഷ സംഗമത്തിലൂടെ നടക്കുന്നതാണ് ദൈവം തന്നെ പ്രകൃതിയിൽ വച്ചിരിക്കുന്ന വർധനവിനുള്ള മാർഗം. ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ സൃഷ്ടി പദ്ധതിയുടെ ഭാഗമാണ് ഇത്. അല്ലാതെ നടന്നിട്ടുള്ളത് ആദാമിൻ്റെയും ഹൗവയുടെയും സൃഷ്ടിയാണ്. മണ്ണിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ച് ജീവശ്വാസം മൂക്കിൽ ഊതിയാണ് ആദമിനെ സൃഷ്ടിച്ചതെങ്കിൽ ആദമിൻ്റെ വാരിയെല്ലിൽ ഒന്നെടുത്താണ് ഹൗവയെ സൃഷ്ടിക്കുന്നത്. എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു മാനവരാശിയുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനനം. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവദൂതൻ പരിശുദ്ധാത്മാവിനാലായിരിക്കും സംഭവിക്കുക എന്ന് അരുളി ചെയ്യുമ്പോൾ കന്യകയായിരുന്ന മറിയയ്ക്ക് അത് വിശ്വസിക്കാൻ എളുപ്പമായിരുന്നില്ല. അങ്ങനെയൊന്ന് അതിനു മുൻപ് കേട്ടിട്ടില്ല. എന്നാൽ അവൾക്ക് വിശ്വസിക്കാൻ ദൂതൻ ഒരു അത്ഭുതത്തെക്കുറിച്ച് സാക്ഷിച്ചു. അത് മറിയയുടെ ബന്ധുകൂടെയായ എലിശബത്ത് ഗർഭിണിയായിരിക്കുന്ന കാര്യമാണ്. പുരോഹിതനായ സഖരിയാവും ഭാര്യയായ എലിശബത്തും ഏറെ വയസ്സായിരുന്നെങ്കിലും അതുവരെ മക്കൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ മാതാപിതാക്കളാകാൻ ദൈവം അവരിൽ അത്ഭുതം ചെയ്തു. ദൈവദൂതൻ്റെ ഈ സാക്ഷ്യത്തെ തുടർന്ന് മറിയ തന്നിലൂടെ ദൈവത്തിൻ്റെ വിശുദ്ധ പ്രജ ജനിക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുകയും അതിനായി തന്നെത്താൻ സമർപ്പിക്കുകയും ചെയ്തു. ലോക ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ആ ദൈവിക അത്ഭുതത്തിന് മറിയ തിരഞ്ഞെടുക്കപ്പെട്ടു. നമ്മുടെ രക്ഷയ്ക്കായി മിശിഹായെ അത്ഭുതകരമായി ദാനം ചെയ്ത ദൈവത്തിന് നമുക്കായി അത്ഭുതം ചെയ്യാൻ ഉറപ്പായും കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.